നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പല സഹോദരങ്ങളെ കുറിച്ചും ആരോപണങ്ങൾ. ഇപ്പോ മുജാഹിദ് പ്രവർത്തകന്മാരെ സംബന്ധിച്ച ആളുകൾ പറയും അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ അപ്പൊ അവരെല്ലാരും പറയും ഇല്ലട്ടോ ഞങ്ങളില്ല. അല്ല എന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇല്ല, ഉണ്ട്. ആലോചിച്ചു നിങ്ങൾ ഒരു വിഭാഗം ഇല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേ ഇല്ല. അപ്പൊ പറയുണ്ട്. എന്താ തെളിവ്? ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുണ്ട് തന്നെ. ഈ രൂപത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നവർ ഇത്തരം സംഭവങ്ങൾ ചിന്തിക്കേണ്ടവരാണ്. അയാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത് വാളിൽ നിന്ന് രക്ഷപ്പെടാണെന്ന് ആർക്കും സംശയമില്ല. പക്ഷെ റസൂലുള്ളാഹി പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ലേ ഇനി തൊടാൻ പാടില്ല. അതുപോലെ വളരെ വ്യാപകമായി ഇന്ന് കേരളത്തിലുള്ള ഒരു ധാരണയാണ് ഒഴിഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ജിന്നിനെ കണ്ടാൽ സഹായമൊക്കെ തേടാന്നൊക്കെയാണ് മുജാഹിദീങ്ങൾ പറയുന്നത്. സഹോദരങ്ങളെ, ആർക്കാണ് അതിന്? അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഒഴിഞ്ഞ സ്ഥലത്ത് നമ്മൾ ആരുമില്ല, ഒരാള് നമ്മളെ കൊടുത്ത ഒറ്റ ആള് മാത്രം ഒഴിഞ്ഞ സ്ഥലത്ത് നിൽക്കുക. അപ്പൊ അവിടെ അടുത്തൊരു ജിന്നുണ്ട് എന്ന് തോന്നി അയാളോട് സഹായം തേടാൻ നിൽക്കും. ഓടി തടിയെടുക്കൂലേ? അല്ലേ? ജിന്നുണ്ട് എന്ന് തോന്നുമ്പോഴേക്ക് വരെ മുട്ടൻകാല് പറിച്ച് നാവൊക്കെ വണ്ണം വെച്ച് മിണ്ടാൻ വയ്യാതെ ആൾ ബോധം കെട്ട് വിൽക്കൂലേ? ഏതെങ്കിലും ജിന്നിനോട് സഹായം തേടാൻ പോകും മനുഷ്യന്മാര്. അങ്ങനെ പരിപാടി തന്നെയില്ല. പക്ഷെ എങ്കിലും ആരോപണങ്ങൾ എന്തോ ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം ഒരു മഹാത്ഭുതമാണ്. നമുക്ക് അതേ സംബന്ധിച്ച് ഒരിക്കലും അതിനെ നമുക്ക് വിവരിക്കാൻ കഴിയില്ല. അതായത് ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ലോകത്ത് സുരക്ഷയായി. അവന്റെ ഒരു ആയുധമാണ്. അവന് വലിയ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുമധ്യത്തിൽ കപ്പലിൽ നിന്ന് അദ്ദേഹം വീണാൽ ആ മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു വലിയ ശക്തി വന്ന് അദ്ദേഹം രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം എങ്ങനെ? അതുപോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.